ഹായ് ഓൾ, ഞാൻ അശ്വതി. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തോമസ് ഗ്രേ എഴുതിയ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്ന് പറയുന്ന പോയാണ്. അതിൻ്റെ സ്റ്റാൻസ വൈസ് ആയിട്ട് നമ്മളിന്ന് അതൊന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തോമസ് ഗ്രേ ആരാണെന്നും അദ്ദേഹത്തെ പറ്റിയും അതേപോലെ എന്താണ് എലിജി എന്നും പിന്നീട് ഈ പോയത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു മലയാളം സമ്മറിയും നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. പിന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെയിം പോയം, ഈ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്ന് പറയുന്ന പോയത്തിൻ്റെ സ്റ്റാൻസ വൈസ് അനലൈസ് ചെയ്യാൻ പോവാണ്. 128 ലൈൻസാണ് ഇതിലുള്ളത്. അതായത് 32 സ്റ്റാൻസാസ് ഉണ്ട് ഈ പോയത്തിന്. സോ ഈ 32 സ്റ്റാൻസയും ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്കപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസയിലേക്ക് പോവാം. The curfew tolls the knell of parting day. The lowing herd winds slowly over the lea. The low man homeward plods his weary way and leaves the world to darkness and to me. So right off the bat we have some vocabulary to sort out in the poem. The curfew is a bell that rings at the end of the day, but a knell is a bell that rings when someone dies. So it is like a parting day. It's actually dying. Sound like a metaphor. The mooting herd of cow makes its winding way over the meadow, and the tired farmers climbs on home. Now that the cows and the farmers are out of the picture, the speaker gets everything in the world to himself. He has to be shared it with the growing darkness, but that's not so bad. Notice that the speaker referred to himself in the first person right away. That first stanza, the parting farmers and cows leave the world to me. This would be a good time to note that the poet often removes vowels and replace them with an apostrophes, live O apostrophe ER instead of OR in the second line. If you ever notice an odd looking word with an apostrophe in it, try to replacing the apostrophe with a letter to make the familiar word. Gray makes this construction to make the number of syllable fit the iambic pentameter. Rhyming scheme here is ABAB. ഇവിടെ എന്താ പറയുന്നത്? ചർച്ചിലെ മണി മുഴങ്ങുന്ന ശബ്ദം കേട്ടു, ഈവനിങ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടു, അന്നത്തെ ദിവസം അവസാനിക്കാൻ പോവുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ കർഫ്യൂ എന്ന് പറയുന്ന ബെൽ റിങ് അത് എന്താണെന്ന് വെച്ചാൽ എൻഡ് ഓഫ് ദി ഡേയിനെയാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം നെല്ലെന്ന് വെച്ചാൽ അത് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? മരണമണി എന്നൊക്കെ പറയില്ലേ, ആരെങ്കിലും മരിക്കുമ്പോൾ മണി മുഴങ്ങുന്നില്ലേ, അതിനെയാണ് ഈ രണ്ട് വേർഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? പിന്നെ ഇവിടെ പറയാതെ തന്നെ പറയുകയാണ്, ഈവനിങ് ടൈമാണ് എന്ന് പറയാനായിട്ട് ഇവിടെ കവി കുറച്ചധികം ഇമേജസൊക്കെ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കൗസൊക്കെ പതുക്കെ നടന്ന് അവർ പുല്ലൊക്കെ മേഞ്ഞൊക്കെ കഴിഞ്ഞ് അവരവരുടെ തൊഴുത്തിലേക്ക് പോവുകയാണ്. പിന്നീട് പറയുന്നത് എന്താണ്? ജോലിയെടുത്ത് ക്ഷീണിച്ച ഫാമേഴ്സും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പോയി. ഇനി ഇവിടെ വരാൻ പോകുന്നത് ഡാർക്ക്നെസ് ആണ്, അതായത് വൈകുന്നേരം കഴിഞ്ഞു, സമയം രാത്രിയാവാൻ പോവുകയാണ്. പിന്നീട് ഈ സ്റ്റാൻസ് ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. പോയറ്റ് ഇവിടെ വൗവൽസൊക്കെ റിമൂവ് ചെയ്തിട്ട് അപ്പോസ്ട്രഫീസ് യൂസ് ചെയ്തിരിക്കുന്നതായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഗ്രേ ഇങ്ങനെ യൂസ് ചെയ്യാൻ കാരണം എന്താണ്? ഗ്രേ വൗവൽസിനെ റിമൂവ് ചെയ്ത് അപ്പോസ്ട്രഫീസ് യൂസ് ചെയ്തത് എന്താണ്? സിമിലർ വേർഡാക്കി യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് അയാംബിക് പെൻഡാമീറ്ററിൻ്റെ സിലബിൾ ഫിറ്റാക്കാനാണ് കേട്ടോ. ഇവിടെ റൈമിംഗ് സ്കീം ABAB ആണ്. നമുക്കിനി സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. Now fade the glimmering landscape on the sight, and all the air a solemn stillness hold, save where the beetle wheel his running flight, and drowsy thinking will the distant fold. So, what's happening exactly? The glimmering landscape is fading from the poet's sight. Must be sunset, but we know that from the first stanza already. And air is quiet to except from the buzz of the occasional beetles and the tinkling bells hanging around the neck of livestock in their floods. Sound peaceful and sleepy, like everything is winding down. There are some interesting literary device in this line too. Solemn stillness is a great example of alliteration, and the speaker personifies thinking of the bell when he says that there is drowsy. ഇവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞ മീനിങ് തന്നെയാണ്. അതായത് ഈവനിങ് ആവുന്നു എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ തന്നെയാണ്. ഇവിടെ കവിയുടെ മുന്നിലുള്ള വെളിച്ചം ഫേഡ് ചെയ്യുന്നു, മീനിങ് രാത്രിയാവുന്നു അഥവാ വൈകുന്നേരം ആവുന്നു. അതേപോലെ എയറിൽ, നമ്മുടെ അന്തരീക്ഷത്തിൽ നമുക്ക് സീരിയസ് ആയ ഒരു സ്റ്റിൽനെസ് കാണാൻ സാധിക്കും, ഒരു അനക്കമില്ലായ്മ, സ്റ്റിൽനെസ് കാണാൻ സാധിക്കും. പക്ഷേ
ചീവീടുകളൊക്കെ ചിലയ്ക്കുന്നുണ്ട്. അതുപോലെ ഷീപ്പിൻ്റെ കഴുത്തിലെ ബെൽസൊക്കെ കേൾക്കാം. ഈ സൗണ്ടൊക്കെ ഒരു ബെഡ് ടൈം സോങ് അഥവാ ഒരു താരാട്ട് പാട്ട് പോലെയാണ് ഇവിടെ പോയറ്റിനെ ഫീൽ ചെയ്യുന്നത്. ഈ സൗണ്ടൊക്കെ ഒഴിച്ചു വെച്ചാൽ ഈ ടൈം നമുക്കൊരു സീരിയസ്നെസ് ഫീൽ ചെയ്യുന്നു എന്നാണ് പോയറ്റ് പറയുന്നത്. പിന്നെ ആലിട്രേഷനും പേഴ്സോണിഫിക്കേഷനും തുടങ്ങിയ ലിറ്റററി ഡിവൈസസ് ഒക്കെ നമുക്ക് ഈ ഒരു സ്റ്റാൻസയിൽ കാണാൻ സാധിക്കും. നമുക്കിനി തേർഡ് സ്റ്റാൻസ് നോക്കാം. Save that from yonder ivy mantled tower, the moping alders to the moon complain of such a wandering here, her street brow moulders her ancient sultry regime. Here are some more expectation of the overall peace and quiet, to bend out of shape overall the hooting. More figurative language here. The speaker uses metaphor to describe the tower where the owl lives in ivy mantle. Because the title of the poem says that it was written in a country churchyard, we can guess that the tower mentioned here is probably the church tower. But the speaker doesn't just say that there is an owl hooting. He uses a more figurative language. He personifies the owl when he says that it's moping and comparing, since those are things a person would do, not an owl. What is the moping owl complaining about? Apparently he is complaining that there are an outsider nearby, someone who is wandering here, her private digs, and boating her solitude. Who is the outsider? Sounds like the owls probably complaining about the presence of the speaker himself. ഇവിടെ എന്താണ് പോയിട്ട് പറയുന്നത്? ഇവിടെ പറയുന്നത് വള്ളിപ്പടർപ്പുകളൊക്കെ ഉള്ള ഒരു ടവർ. അവിടെ നമുക്ക് ടൈറ്റിലിൽ തന്നെ മനസ്സിലാകും ഈ പോയറ്റ് എഴുതുന്ന അവിടെ വെച്ചാണ്, ഒരു കൺട്രി ചർച്ച്യാർഡിൽ വെച്ചിട്ടാണല്ലേ. അപ്പോൾ അത് പ്രോബബ്ലി ടവർ എന്തായിരിക്കും? ചർച്ച് ടവർ ആയിരിക്കും. ഇവിടെ മൂങ്ങ ഉള്ള ഈ ടവറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് മെറ്റഫറാണ്. മൂങ്ങയെ റെഫർ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫറാണ്. ഇവിടെ അവൾ എന്താണ് പറയുന്നത്? അവൾ കംപ്ലയിൻറ്റ് ചെയ്യുവാണ്. ഒരു ഔട്ട്സൈഡർ അവളിൻ്റെ നെസ്റ്റിൻ്റെ അടുത്ത് വാണ്ടർ ചെയ്യുവാണ്. അതുമൂലം അവളിന് അതിൻ്റെ സ്വകാര്യതയും അതിൻ്റെ സോളിറ്റ്യൂഡും എല്ലാം ഇല്ലാണ്ടാവുകയാണ്. ഈ ഔട്ട്സൈഡർ ആരാണ്? ഈ ഔട്ട്സൈഡർ പോയറ്റാണ്. ഇവിടെ പറയുന്നത് മറ്റൊരാൾ ഇങ്ങനെ വരുന്നത് എന്നെ ചലഞ്ച് ചെയ്യുന്ന പോലെയാണ്. എൻ്റെ ലോങ് സ്റ്റാൻഡിങ് അല്ലെങ്കിൽ എൻ്റെ ലോങ് സ്റ്റാൻഡിങ്ങിനെ ഡിസ്റ്റർബ് ചെയ്യണം. നമുക്കറിയാം ഒരു മൂങ്ങ എന്ന് പറയുന്നത് എത്ര നേരം വേണമെങ്കിലും സ്റ്റില്ലായിട്ട് ഇങ്ങനെ നിൽക്കും ഇല്ലേ? അപ്പോൾ എൻ്റെ ലോങ് റൂളിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു ഇവിടെ. പിന്നെ ഇങ്ങനെ മൂണിനോട് നമ്മുടെ അവൾ കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവൾ കംപ്ലൈൻറ്റ് ചെയ്യുന്ന ആരോടാണ്? ചന്ദ്രനോടാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു പെർസോണിഫിക്കേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ സ്റ്റാൻസയിൽ മൂണിനോട് നമ്മളുടെ മൂങ്ങ കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്. എൻ്റെ ഒരു സ്വകാര്യതയിലേക്ക് ഒരാൾ വന്നിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് എൻ്റെ ലോങ് സ്റ്റാൻഡിങ് നടക്കുന്നില്ല എന്ന് ഇവിടെ മൂണിനോട് നമ്മുടെ മൂങ്ങ കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്. നമുക്കിനി ഫോർത്ത് സ്റ്റാൻസ് നോക്കാം. Beneath those rugged elms that yew tree shade, where heaves the trough in many a mounting heap, each in his narrow call for ever laid, the rude forefathers of hamlet sleep. This stanza is all one long sentence. That sentence structure is a bit wacky, so let's try to sort it out. The subject and the verb of the sentence are way down there in the last line of the stanza. The rude forefathers of the hamlet sleep. Hold up, the speakers isn't say that the ancestral of the town are impolite. Rude is used to describe someone who was for the country, someone who wasn't sophisticated and who was maybe a bit of bumpkin. So the forefathers being described here and probably just simple country folk, not discourteous, important, impolite cheek. So what are these country forefather of Hamlet doing? They are sleeping sound peacefully, right? Except look at the third line of the stanza. They are not sleeping at home in their bed. They are sleeping in the narrow cells, and they are laid in there forever. അവിടെ ഒരു പ്രത്യേകതരം മരങ്ങൾ നിൽക്കുന്നുണ്ട്. അതിന് എന്താ പറയുന്നത്? എം ട്രീസ് എന്നാണ്, യു ട്രീസ് എന്നുമൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള മരത്തിൻ്റെ ഷെയ്ഡ് കാണാം. അതുപോലെ പഴകിയ ചെളിയൊക്കെ കൂമ്പാരം കൂട്ടി ഇട്ടേക്കുന്നതൊക്കെ കാണാം.
ഇവിടെ ഓരോ ഫോർ ഫാദേഴ്സും ഓരോ റൂമിലാണ്. ഈ നാരോ റൂം എന്ന് പറയുന്നത് ഇവിടെ ശവക്കല്ലറയാണ് കേട്ടോ. ഇവിടെ പോയറ്റ് പറയുന്നത് ഫോർ ഫാദേഴ്സ് കാം ആൻഡ് ക്വയറ്റായിട്ട് അവരുടെ കല്ലറകളിൽ മയങ്ങുവാണ്. ഇവിടെ റൂഡ് ഫോർ ഫാദർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുഷ്ടനായ ഒരു ഫോർ ഫാദർ എന്നൊന്നുമല്ല മീൻ ചെയ്യുന്നത്. ഗ്രാമത്തിൽ നിന്നുള്ള ഒരു വില്ലേജർ എന്നുള്ള ഒരു മീനിങ് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു സിമ്പിൾ കൺട്രി ഫോക്കാണ് എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹാംലെറ്റ് എന്ന ടേം യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ ഇത് ചേരി, ചെറുഗ്രാമം, കുഗ്രാമം എന്നൊക്കെയുള്ള മീനിങ്ങിലാണ് ഇതിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? അവരുടെ ഫോർ ഫാദേഴ്സ് കാം ആൻഡ് ക്വയറ്റായിട്ട് അവരവരുടെ കല്ലറകളിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ് എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കിനി അടുത്ത സ്റ്റാൻസ് നോക്കാം. The breezy call of instant breathing morn, the swallow twittering from the stone-built shed, the cock shield clad on the echoing horn, no more shall house from the lowering bed. If you hadn't figured out from the previous stanza, the speaker wants to clarify that the sleeping guys are not going to wake up. Here, how he explained it. The first three lines of the stanza lists different things that normally would wake a person up, at least in the day before alarm clock and cell phone invented. The delicious smell of breeze first thing the morning, instance is substance that you burn to make the room smell good. Bird twittering and singing in their straw nest, the rootless cock, a doodle-doo, or the echoes of the horn blown on the hunters or the shepherd. Having listed all these things in the first three lines, the speaker tells us that none of these things are going to wake up the dead guys anymore. They are dead, not just sleeping. അതായത് ഇവിടെ പറയുന്നത് ഈ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരെ ഉണർത്താൻ ഇനി ഒന്നിനും സാധിക്കില്ല. രാവിലെ നല്ല സെൻറ്റഡ് ബ്രീസ് വന്നാലും, സെൻറ്റഡ് ബ്രീസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ റൂംസിനൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ല് കിട്ടാൻ വേണ്ടി നമ്മൾ കുന്തിരിക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുകയ്ക്കില്ലേ, അതേപോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ റൂം നല്ല ഒരു ഫ്രഷ് ആക്കിയാലും, അതേപോലെ പണ്ട് ഈ അലാം ക്ലോക്കൊക്കെ ഇൻവെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ, അലാം ക്ലോക്കും അതേപോലെ തന്നെ മൊബൈൽ ഫോൺസൊക്കെ ഇൻവെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ മനുഷ്യരെ എണീപ്പിക്കാൻ അല്ലെങ്കിൽ ഉണർത്താൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് കേട്ടോ. പൂവൻ കോഴി കൂവിയാലും പറയില്ലേ, പൂവൻ കോഴി കൂവിയാൽ നേരം വെളുത്തു എന്നൊക്കെ പറയില്ലേ, അതേപോലെ പൂവൻ കോഴികൾ കൂവിയാലും ഷീപ്പിൻ്റെയൊക്കെ കരച്ചിൽ കേട്ടാലും ഒക്കെ അങ്ങനെ എന്ത് സൗണ്ട് കേട്ടാലും ഇനി ഇവരെ ഉണർത്താനായിട്ട് സാധിക്കില്ല. അതിൻ്റെ കാരണം എന്താണ്? ഇവർ കിടന്നുറങ്ങുന്നത് ഇവരുടെ വീട്ടിൽ, ഇവരുടെ റൂമിൽ, ഇവരുടെ ബെഡിലല്ല കിടന്നുറങ്ങുന്നത്. ഇവരുറങ്ങുന്നത് ഇവരുടെ ഗ്രേവ്യാർഡിലാണ്. ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലാണ് ഇവരിപ്പോൾ ഉള്ളത്. കാരണം അവർ മരിച്ചുപോയി. അങ്ങനെയുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പോയറ്റ് പറയുന്നത്. നമുക്കിനി 6th സ്റ്റാൻസ നോക്കാം. For them no more blazing hearth shall burn, or busy housewife lay her evening care. No children learns to lips their stare return, or climbs her knees to envied kiss to share. Now the speaker is listing the kind of day-to-day pleasure that these dead guys in the graveyard aren't going to get to enjoy anymore. So many listed here. No one is burning to hearth fire for them anymore. No housewife is trying to take care of him after gets home from work in the evening. No little kids are yelling when he gets back from work. And a few vocabulary clarification on this, since little kid don't pronounce clearly. Poet used to describe children's speech as lisping and sa mean father. No little kids climb up on his lap for kisses that would make their sibling envy them. Wow, the speaker is really bringing up a reason. It's a total bombarded to be dead. And those poor dead guys in the graveyard, they are really missing out. ഇവിടെ പോയറ്റ് പറയുന്നത് എന്താണ്? ഈ മരിച്ച ആൾക്കാർക്ക് ഇനി ഒരിക്കലും തിരിച്ച് കിട്ടാത്ത അവരുടെ ലൈഫിലെ കാര്യങ്ങളാണ്. ഇനി അവർക്ക് ഒരിക്കലും എൻജോയ് ചെയ്യാൻ സാധിക്കാത്ത അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ, അതാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി അവർക്ക് വേണ്ടി ആരും ഫയേഴ്സ് ഒന്നും ബേൺ ചെയ്യാനുണ്ടാവില്ല. അതായത് രാത്രി കാലങ്ങളിൽ അവരുടെ നാട്ടിലെ രാത്രി കാലങ്ങളിൽ തണുപ്പ് കൂടുമ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ, വുഡ്സൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിച്ച് എല്ലാവരും കൂടെ ചുറ്റിനും ഇരുന്ന് ആ ഒരു തീ കായില്ലേ,
അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ ഇനി അവർക്ക് സാധിക്കില്ല. അവരുടെ ജീവിതത്തിൽ നിന്ന് ആ ഒരു ഇൻസിഡൻ്റ് ഒക്കെ നഷ്ടമായി. അതേപോലെ അവരുടെ വൈഫ് ഇനി വൈകിട്ട്, അതായത് നമുക്കറിയാം നമ്മുടെ കൾച്ചർ അനുസരിച്ച്, നമ്മളുടെ അല്ല പണ്ടത്തെയും അതെ, പുരുഷന്മാർ ജോലി കഴിഞ്ഞ് വരും, ഭാര്യമാർ അവരെ നന്നായിട്ട് സ്വീകരിക്കും, അങ്ങനെയൊക്കെ അവരുടെ ബാഗൊക്കെ വാങ്ങി വെക്കും, അവർക്ക് വേണ്ട രീതിയിൽ അവരെ കെയർ ചെയ്യും ഇല്ലേ. അപ്പോൾ അങ്ങനെ ഇനി നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളെ കെയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഭാര്യമാർ ഇങ്ങനെ ഉണ്ടാവില്ല. അതേപോലെ നമ്മളുടെയൊക്കെ വീട്ടിൽ ജോലി കഴിഞ്ഞ് അച്ഛന്മാരൊക്കെ വരുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് അവരുടെ മേത്ത് കയറുകയോ അവരുടെ സോക്സൊക്കെ ഊരി കൊടുക്കുകയും നമ്മളവരെ കിസ് ചെയ്യുകയോ ഒക്കെ നോക്കില്ലേ. വൈകിട്ട് എന്തെങ്കിലും മിഠായിയോ പലഹാരമോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കില്ലേ നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത്. അപ്പോൾ അതേപോലെയൊക്കെ അവരുടെ മക്കൾ ഇനി അവരെ ചെയ്യില്ല, അതൊക്കെ അവർ മിസ് ചെയ്യും. അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ അടുക്കലേക്ക് ഓടി ചെല്ലാനോ കിസ് ചെയ്യാനോ ഒന്നും ആ കുട്ടികൾക്ക് ഇനി സാധിക്കില്ല. ആ പാവം ആ മനുഷ്യൻ അദ്ദേഹം ഇതെല്ലാം മിസ് ചെയ്യുന്നു എന്നാണ് പോയച്ച് പറയുന്നത്. ഇനി 7th സ്റ്റാൻസ നോക്കാം. Oft did the harvest of this sickle yield, therefore often the stubborn grease has broke. How jocund did they drive their term afield, how bold the woods beneath their sturdy stalk. Now the speaker imagines that the kind of things that these guys did back when they were still alive. They are country folk, remember, since they were described as rude and since we know from the title that this is a country churchyard, so they were farmers. They often harvest their crops with their sickles. A sickle is a carved knife like this. More farmers lingo in their line. The furrow is a long, narrow, shallow holes that you drop seed into. Glib is an archaic word for farmers. Farmers would cut the furrow into the glib using the plot, but if the ground is really hard to break into, you might describe it as stubborn. Here, the pick up the plot cutting a furrow. The speaker imagines that the farmers were cheerful or jaunt as they drove their team of oxen, of mules into the field to plot. The woods bowed in the stalk, and their axes are the clean forest to make the farms. More personification, even if you are really handled with an axe. The tree aren't going to bow down to you or respect. They are just going fall over. അവർ ജീവിച്ചിരുന്ന സമയത്ത് അവർ കൃഷി ചെയ്തിരുന്നു. നമുക്കറിയാം ഇതൊരു കൺട്രി ചർച്ച്യാർഡെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ഗ്രാമപ്രദേശമാണ്. അവിടെയുള്ള ആൾക്കാർ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ജോലികളാണ് ചെയ്തിരുന്നത്. ഫാമിംഗ് എന്ന് പറയുന്നത് തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ജോബ് തന്നെയാണ്. അവർ പറയുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള നല്ല കട്ടയുള്ള തറകളൊക്കെ അവർ ഉഴുത് മറിച്ച് കൃഷി ചെയ്തു. അതുപോലെ അവർ വളരെ സന്തോഷത്തോടെയാണ് ഈ കൃഷികളും ഇവരുടെ ജോലികളെല്ലാം ചെയ്തിരുന്നത്. അവർ ആനിമൽസൊക്കെ ആയിട്ട് വളരെ എൻജോയ് ചെയ്താണ് അവരുടെ ജോലി ചെയ്തിരുന്നത്. അവരുടെ ആക്സ് കൊണ്ട് മരങ്ങളൊക്കെ മുറിച്ച് അവർ ഒത്തിരി ഹാർഡ് വർക്കൊക്കെ ചെയ്തിരുന്നു. അവർക്ക് നല്ല ആത്മവിശ്വാസവുമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുന്നത്, പോയച്ച് പിന്നെ ഇവിടെ കുറച്ച് പെർസോണിഫിക്കേഷനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇവർ മരങ്ങൾ മുറിച്ചു എന്നൊക്കെ പറയുന്നുണ്ടോ. മരങ്ങൾ മുറിക്കാൻ നേരത്തെ ഒരിക്കലും മരം വന്ന് നമ്മളെ ബഹുമാനിക്കുന്ന പോലെ നമ്മളുടെ കാലിലൊന്നും തൊടില്ല ഇല്ലേ. അതൊക്കെ ഇവിടെ പെർസോണിഫിക്കേഷനായിട്ടാണ് പറയുന്നത്. നമുക്കിനി 8th സ്റ്റാൻസ നോക്കാം. Let's no ambition mark their useful toils. Their normally joys and destiny obscures no grandeur here with a disdainful smile, the sort of a simple annal of poor. More figurative language. The speaker personifies ambition and grandeur in these lines. You can tell because he capitalized them, as though they were proper noun or name, and also because he says that they are doing stuff that only people do. So what's the deal with that personification? The speaker is telling the reader that they shouldn't mock the hard workers or homely simple pleasure or the unsung obstacle destiny of the poor farmers is in the graveyard. But he didn't come out and tell the readers to lay off the mockery. Instead, he says that they shouldn't allow ambition to mock them. He sought the displacing the blame. Regular people wouldn't mock these honest guys. Only ambition would be that cruel. Maybe he doesn't want the reader to feel though he is shaking a finger at them.
even though he kind of is. ഇവിടെ സെയിം deal with the second two line of stanza. The speaker says that we shouldn't allow grandeur or high social status to smile disdainfully or scornfully at the day-to-day account of poor people. Again, through this scene, it seems like the speaker is personifying grandeur to take the edge of his stanza so that it won't sound like he is scolding the reader. ഇവിടെ എന്താണ് പോയച്ച് പറയുന്നത്? ഇവിടെ പോയച്ച് പറയുന്നത് ഈ ഗ്രേവ് യാർഡിലുള്ളത് ഫാമേഴ്സാണ്. അവരെ ഒരിക്കലും നമ്മൾ കളിയാക്കാൻ പാടില്ല, നമ്മൾ അവരെ ഒരിക്കലും മോക്ക് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ അവരെ ഒരിക്കലും ബ്ലെയിം ചെയ്യാനായിട്ട് പാടില്ല. അവർ ചിലപ്പോൾ പാവപ്പെട്ടവരായിരിക്കാം, അവരവരുടെ ജീവിതത്തിൽ ഒത്തിരിയൊന്നും അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അവരവരുടെ ജീവിതത്തിൽ മൊത്തം കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും അതേപോലെ ഹാർഡ് വർക്കും നിറഞ്ഞ ജോലിയൊക്കെ ചെയ്താണ് അവരവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അവരെ കളിയാക്കാൻ പാടില്ല. നിങ്ങൾ ഒരിക്കലും അവരെക്കാൾ സുപ്പീരിയർ ആണെന്ന് വിചാരിക്കാനേ പാടില്ല. ചിലപ്പോൾ നിങ്ങൾ അവരെക്കാൾ സുപ്പീരിയർ ആയിരിക്കാം, എന്നിരുന്നാലും നിങ്ങൾ അവരുടെ നേരെ വിരൽ ചൂണ്ടാൻ പാടില്ല. കാരണം നമ്മൾ മുന്നത്തെ സ്റ്റാൻസയിൽ പറഞ്ഞിരുന്നു, അവരുടെ അത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഈ ഫാർമേഴ്സിനെ കളിയാക്കാൻ പാടില്ല, അവരുടെ നേരെ വിരൽ ചൂണ്ടാൻ പാടില്ല. അവർ ഒരു താഴെയാണ്, നിങ്ങളെക്കാളും താഴെയാണ്, നിങ്ങൾ സുപ്പീരിയർ ആണ് എന്നും പറഞ്ഞ് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. അവർ അത്ര കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഇനി നമുക്ക് 9th സ്റ്റാൻസ് നോക്കാം. The boast of heraldry, the popes of power above, and all that beauty, all that wealth ever gave, awaits alike the inevitable hour, and the path of glory lead but to the grave. Here the real reason why the speaker doesn't want proud, ambitious, grand people to make fun of poor people in the churchyard. It's because we are all heading someday too. The beauty that can't be obtained from wealth, all of those things are waiting for the unavoidable, inevitable time. All those paths lead only to the grave. Here are few vocabulary. Heraldry is a coat of arms associated with old aristocratic family. Poor means proud. Inevitable means unavoidable. ഇവിടെ എന്താണ് പോയിട്ട് നമ്മളോട് പറയുന്നത്? നമ്മൾ ഇതിന് മുന്നേ പോയിട്ട് നമ്മളോട് പറഞ്ഞിരുന്നു, നമ്മൾ ഒരിക്കലും അവരെ കളിയാക്കാൻ പാടില്ല എന്നൊക്കെ. നമ്മൾ അവരെക്കാളും സുപ്പീരിയർ ആണെങ്കിൽ കൂടി അവരെ നമ്മൾ കളിയാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്താണ് അതിൻ്റെ റീസൺ എന്ന് ഇവിടെ നമ്മൾ പോയിട്ട് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ തരുന്നുണ്ട്. നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്, ആരെയും നമ്മൾ ചെറുതായിട്ട് കാണരുത്, അതുപോലെ ആരുടെയും മുമ്പിൽ നമ്മൾ ഷോ ഓഫ് ഒന്നും കാണിക്കരുത്. കാരണം പ്രത്യേകിച്ച് പുവർ പീപ്പിൾസിൻ്റെ മുമ്പിൽ. എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും, നമുക്ക് എത്ര സൗന്ദര്യമുണ്ടെങ്കിലും, നമ്മൾ എത്ര റിച്ച് ആയാലും, നമ്മൾ എത്രമാത്രം ഈ സൊസൈറ്റിയിൽ ഉയർന്ന ആൾക്കാരാണെങ്കിൽ കൂടിയിൽ നമ്മൾ എല്ലാവരും എത്തുന്നത് ഒരേ സ്ഥലത്തേക്കാണ്, മരണത്തിലേക്ക്, നമ്മുടെ ഗ്രേവ് യാർഡിലേക്ക് അല്ലേ. നമ്മൾ മരിക്കുമ്പോൾ നമ്മൾക്ക് ഉള്ള ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ ഒന്നിലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. കാരണം മരണം എല്ലാവർക്കും ഒരേപോലെയാണ്, ഈക്വലാണ്. അവിടെ ഒരു ഫാർമറെന്നോ റിച്ചെന്നോ ഇല്ല, ഉയർന്ന ജാതിയെന്നോ താഴ്ന്ന ജാതിയെന്നില്ല, ബ്ലാക്ക് എന്നോ വൈറ്റ് എന്നോ ഇല്ല. എല്ലാവർക്കും ഡെത്ത് ഒരേപോലെയാണ് ഇല്ലേ. അതാണ് ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ ഹെറാൾഡി എന്ന് പറയുന്നത് കൈയുള്ള കോട്ടിനെയാണ്. പഴയ കാലത്ത് സമ്പന്നന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന കയ്യിലൊക്കെ എംബ്രോയ്ഡറി ചെയ്തിരുന്ന കോട്ടിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പോമ്പെന്ന് വെച്ചാൽ പ്രൗഡ് എന്നാണ്, മീനിങ്ലെസ്സായി നടത്തുന്ന ആഘോഷങ്ങളൊക്കെ. അതായത് ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയൊക്കെ ഒത്തിരി ആഘോഷങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ സൊസൈറ്റിയിൽ നോക്കിയാലും അറിയാൻ പറ്റും. അങ്ങനത്തെ ആഘോഷങ്ങളൊന്നും നടത്തേണ്ട ആവശ്യമേ ഇല്ല, എങ്കിലും അവർ ഷോ ഓഫ് കാണിക്കാൻ, അവരുടെ കയ്യിലെ പൈസ കാണിക്കാൻ വേണ്ടിയൊക്കെ ഒത്തിരി ആഘോഷങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇല്ലേ. സൊസൈറ്റിയിൽ എന്തൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടിയൊക്കെ നടത്തുന്നുണ്ട്. അതിനെയൊക്കെയാണ് പറയുന്നത്. ദാറ്റ് ഡസൻറ്റ് റിയലി കൺവേ എനി മീനിങ്. നമുക്കിനി 10th സ്റ്റാൻസ് നോക്കാം. നോർ യു ആർ പ്രൗഡ് ഇംപ്യൂട്ട് ദീസ് ദ ഫാക്ട്, the memory over the tomb no trophies raise, where through the long drones lies and fret-tails vault, the pealing anthem swells the note of praise. The speaker has more advice to proud, rich, healthy people here. He addressed them as a proud and tell them not to blame these dead people if they don't have fancy monuments over their graves. More personification here. Again,
It's like the speaker is displacing blame. He says that memory failed to put up fancy trophies or monuments, but really wouldn't that be the responsibilities of the families of the dead people? But of course, the dead people or dead guys in this churchyard are mostly poor farmers. So obviously the families couldn't be able to afford the fancy marble monument in the church itself. So the speaker shifts the blame onto the personified memory. The last two lines of the stanza describe the church itself, the place where the monument might be displayed. ഇവിടെ ഈ സ്റ്റാൻസയിൽ പോയിട്ട് പറയുന്നത് അഡ്രസ്സ് ചെയ്യുന്നത് എന്താണ്? പ്രൗഡ് എന്ന് പറഞ്ഞിട്ടാണ് റിച്ച് പീപ്പിൾസിനോട് അഡ്രസ്സ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ റിച്ച് പീപ്പിൾസിനോട് പറയാണ്, നിങ്ങൾ ഒരിക്കലും ഈ ശവക്കലറുകളെ നോക്കി പുച്ഛിക്കാൻ പാടില്ല. ഇവിടെ ഡെഡായിട്ടുള്ള പുവർ പീപ്പിൾസിനാണ് ഇവിടെ ഉള്ളത്. അവരൊരിക്കലും നിങ്ങൾ ഇവരുടെ കല്ലറകൾ ഭയങ്കര ട്രോഫീസോ വലിയ വലിയ മാർബിൾസോ കൊണ്ട് അലങ്കരിച്ചിട്ടില്ല എന്നും പറഞ്ഞ് പുച്ഛിക്കരുത്. ഇവർക്ക് ചിലപ്പോൾ മാർബിളൊക്കെ കൊത്തുപണികളൊക്കെ ചെയ്ത് ശവക്കലറകളില്ലായിരിക്കാം, സാധാരണ ഒന്നായിരിക്കാം ഇവർക്കുള്ളത്. അതിനെ നിങ്ങൾ ബ്ലെയിം ചെയ്യരുത്. ഇവർ പുവർ ഫാമേഴ്സാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ കല്ലറകൾ പണിയുന്നത്. നമ്മളുടെ ഫാമിലീസാണ് നമുക്ക് വേണ്ടി കല്ലറകളൊക്കെ പണിയുന്നത് അല്ലേ. പക്ഷേ ഇവരുടെ ഫാമിലീസിനും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഷാജഹാൻ മുംതാസിന് വേണ്ടി പണിഞ്ഞ ശവക്കല്ലറയാണ് താജ്മഹൽ എന്ന് പറയുന്ന ആ ഒരു കൊട്ടാരം ഇല്ലേ. അതൊരു ശവക്കല്ലറയാണ്. പക്ഷേ അതേപോലെ പാവപ്പെട്ട ഒരാൾക്ക് പണിയാൻ പറ്റുമോ? ആ ഒരു രാജാവ് തൻ്റെ ഭാര്യയുടെ ഓർമ്മയ്ക്ക് അങ്ങനെ പണിതു എന്ന് പറഞ്ഞ് എല്ലാവർക്കും അങ്ങനെ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതൊന്നും അഫോർഡ് ചെയ്യാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. നമ്മൾ അതൊക്കെ മനസ്സിലാക്കണം. ഒരിക്കലും ഒരു ഫാൻസി ആയിട്ടുള്ള ശവക്കല്ലറകളില്ല എന്നും പറഞ്ഞ് നമ്മൾ ആരെയും പുച്ഛിക്കാൻ പാടില്ല. അവരുടെ അച്ചീവ്മെൻറ്റ്സ് അവരുടെ ശവക്കല്ലറിൽ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നീ അവനെ കളിയാക്കാൻ പാടില്ല. നീ ചിലപ്പോൾ വളരെ വലിയ ആളായിരിക്കാം, പക്ഷേ അവനെ നീ കളിയാക്കേണ്ട ആവശ്യം നിനക്കില്ല. നീ ചിലപ്പോൾ സമ്പന്നനായിരിക്കാം, നീ വളരെ അച്ചീവ് ചെയ്തിട്ടുള്ള ആളായിരിക്കാം, പക്ഷേ അവൻ്റെ ശവക്കല്ലറകൾ, ഈ പാവപ്പെട്ട ഫാമേഴ്സിൻ്റെ ശവക്കല്ലറകൾ ഒത്തിരി വലിയതല്ല, അല്ലെങ്കിൽ അതിലൊന്നും കുത്തി വെച്ചിട്ടില്ല, വളരെ ഒരു ഓർണമെൻറ്റ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവനെ കളിയാക്കേണ്ട ആവശ്യമൊന്നും നിനക്കില്ല എന്നാണ് ഇവിടെ പോയറ്റ് പറയുന്നത്. ഇനി നമുക്ക് 11ാമത്തെ സ്റ്റാൻസ നോക്കാം. Can story dawn, an animated bust, back to its mansion called the fleeting breath? Can honor's voice provoke the silent dust, or flattery soothe that well-called ear of death? The stanza is paired of rhetorical question. The speaker is still addressing the proud novelty readers to the ones that he imagines might have mocked the lovely farmers in the churchyard back in stanza 7. He asks them whether a fancy scheming urn or a really life-like bust could call the breath back to the dead person and make him breathe again. Except he doesn't say so quite that directly. He uses a metaphor. The dead person body is mansion and the speaker personify urn and the bust, asking if they can call the dead person breathe back to the mansion of their body. Second rhetorical question. The speaker asks if the voice of honor can provoke the silent dusty remain of the dead person to speak again, or whether flattery can make the cold ear of death feel better about being dead. The answer to both of these rhetorical questions obviously is no. Of course not. ഈ സ്റ്റാൻസയിൽ 2 റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് പോയിട്ട് ചോദിക്കുന്നത്. ഇപ്പോൾ ഈ ഗ്രേറ്റ് പീപ്പിൾസൊക്കെ മരിച്ചു കഴിഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ എല്ലാം വലിയ വിലയുള്ള മാർബിളൊക്കെ കൊത്തിവെച്ച് അവർ അങ്ങനെ എല്ലാം ഭയങ്കരമായിട്ട് നല്ല എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ ഭയങ്കര വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു എന്ന് വെച്ചോ. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തു എന്നും പറഞ്ഞ് ഈ മരിച്ചുപോയ ആൾക്കാരുടെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? അവരെ വീണ്ടും ജീവിപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതേപോലെ വലിയ വലിയ സ്തുതികളൊക്കെ പാടിയാലും നമ്മൾ ഓരോരുത്തരെ ഭയങ്കരമായിട്ട് പുകഴ്ത്തിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ. അങ്ങനെ അവർക്ക് വേണ്ടി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പുകഴ്ത്തി പറഞ്ഞാലും അവരെ ഒത്തിരി ഫ്ലാറ്ററി വേർഡ്സൊക്കെ കൊണ്ട് അവരുടെ ചെവികളെയൊക്കെ ഇങ്ങനെ കുളിർമ കൊള്ളിച്ചാലും ആ മരിച്ചുപോയ ആൾക്കാർ എണീറ്റ് വരുമോ? തിരിച്ച് ജീവനോടെ വരുമോ? ഇല്ലല്ലോ. ഇതൊക്കെയാണ് പറയുന്നത്. നമ്മളൊത്തിരി ഫാൻസി ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് അവരുടെ ശവക്കല്ലറുകൾ അണിയിച്ചെന്നും പറഞ്ഞോ, അവരുടെ ശവക്കല്ലറുകൾ ഒത്തിരി വലുതാക്കി പണിതു എന്നൊരു മാൻഷൻ തന്നെ അവിടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞോ,
അല്ലെങ്കിൽ അവരെ പുകഴ്ത്തി ഒത്തിരി കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു എന്നും പറഞ്ഞു ആ മരിച്ചുപോയ ആൾക്കാരുടെ ജീവൻ തിരിച്ചു കിട്ടുന്നില്ല. നമുക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാണ്ടെങ്കിൽ അവർ ജീവിച്ചിരുന്ന സമയത്ത് ചെയ്യണം. നല്ലത് പറയണമെങ്കിലും ജീവിച്ചിരുന്ന സമയത്ത് നല്ലത് പറയണം. ഇപ്പോൾ ജീവിച്ചിരുന്ന സമയത്ത് അവരെ ഉള്ള കുറ്റം മൊത്തം പറഞ്ഞ് ഭയങ്കരമായിട്ട് ദ്രോഹിച്ചിട്ട് മരിച്ചു കഴിഞ്ഞ് അവരെ പുകഴ്ത്തി പറഞ്ഞ് അവർക്ക് വേണ്ടി കൊട്ടാരം പണിതിട്ടൊക്കെ വല്ല കാര്യമുണ്ടോ? ഇല്ല അല്ലേ? അതാണ് പറയുന്നത്. ഈ നമ്മൾ എന്തൊക്കെ ചെയ്താലും മരണം എന്ന് പറയുന്ന സാധനം വരേണ്ട സമയത്ത് അത് കൃത്യമായി വന്നിരിക്കും. ഇല്ലെങ്കിൽ മരിച്ച ആൾക്കാരോട്ട് തിരിച്ചു വരാനും പോകുന്നില്ല. അതായത് ഇവിടെ പറയുന്നത് ഡെത്ത് എന്ന് പറയുന്നൊരു സാധനം ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ് ഇല്ലേ? ആ മരണം ഒരിക്കൽ എല്ലാവർക്കും നടക്കും. അതെനിക്കും നടക്കും, നിങ്ങൾക്കും നടക്കും, എല്ലാവർക്കും നടക്കും അല്ലേ? അതിപ്പോൾ എത്ര വലിയവനായാലും ചെറിയവനായാലും ഡെത്ത് എന്ന് പറയുന്ന സാധനം അത് വരും. അത് ശവകുടീരം പണിതാലും ശരി ഇല്ലെങ്കിലും ശരി, അതിപ്പോൾ വലിയൊരു ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു ശവകുടീരമാണെങ്കിലും അല്ലെങ്കിലും ഡെത്ത് വരും ഇല്ലേ? അത് തന്നെയാണ് പറയുന്നത് ഇവിടെ. ഇനി നമുക്ക് 12ാമത്തെ സ്റ്റാൻസ് നോക്കാം. പെർഹാപ്സ് ഇൻ ദ നെഗ്ലക്റ്റഡ് സ്പോട്ട് ഈസ് ലേഡ് സം ഹാർട്ട് വൺസ് പ്രഗ്നൻറ്റ് വിത്ത് celestial fire, hands that the rod of empire might have swayed or walked to escape the living lyre. Now the speaker is reflecting on what type of person might be lying in the unmarked grave in the churchyard. Maybe the churchyard. This lies a person whose heart was once full of what the speaker calls celestial fire. He likes a metaphor to us, since no one's heart is literally full of fire. Celestial or otherwise, celestial fire must be a metaphor for passion. And maybe in the churchyard, there lies person whose hand could have ruled an empire, or someone whose hand could have played a lyre so well the lyre would have become conscious that's playing a mean lyre. ഇവിടെ ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഈ മണ്ണിൽ ഒരാളെ ബെറി ചെയ്തിട്ടുണ്ട്. ആരെ? ഒരു ഹെവൻലി ടാലൻ്റുള്ള ആളായിരിക്കാം ചിലപ്പോൾ. ഒത്തിരി കഴിവുള്ള പോയറ്റ്സ് ആയിരിക്കാം, മ്യൂസീഷ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒത്തിരി കഴിവുള്ളൊരു നേതാവായിരിക്കാം. അങ്ങനെ പലരും കാണും. നമുക്കറിയില്ല ആരൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്. കാരണം ഒത്തിരി കഴിവുള്ള ആൾക്കാർ ചിലപ്പോൾ ഇവിടെ ബെറി ചെയ്തിട്ടുണ്ടാവും. അവരുടെ ആരുടെയും കഴിവുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ടാവാം. നമുക്ക് ആരെയും അറിയില്ല. ആരൊക്കെയാണ്, എന്തൊക്കെ കഴിവുള്ള മനുഷ്യരായിരുന്നു ഇതെന്നൊന്നും നമുക്കറിയില്ല. അതാണ് ഇവിടെ പറയുന്നത്. നമുക്കിനി അടുത്ത സ്റ്റാൻസ് നോക്കാം. സ്റ്റാൻസ 13. But knowledge to their eyes, here ample page, rich with the spoils of time, did neither unroll, chill penquare, repress their noble rake, and froze the genial current of the soul. Yep, that's another personification in the first line. The capitalization noun probably tripped you off. Knowledge is the subject of this sentence, but where's the verb? The sentence structure is wacky. Let's see. It's the rearrange the sentence so that it's more usual structure here. What it would look like. Knowledge never did unroll her ample page, rich with the spoil of time of their eyes. Okay, now that's starting to make more sense, but that's metaphor there that needs more unraveling. It's a thought, knowledge. It's a big collection of pages, and as time goes on, those pages get filled with more and more information. That's what the speaker calls the spoils of time. But these poor guys in the graveyard never had access to all the knowledge histories had the offer. Those pages will never unroll to their eyes. And why? Because poverty held back the noblest past of their character, their passion, even the rags. More personification. Penury is being treated like a person. It is the thing that repressed and froze the dead people's potential. And another metaphor too. Image that a person's soul is a river. Well, poverty can freeze up the current of your soul river. ഇവിടെ ഫസ്റ്റ് ലൈനിൽ തന്നെ പെർസോണിഫിക്കേഷൻ കാണാം. ഇവിടെ എന്താ പറയുന്നത്? ഈ വില്ലേജസിൽ ഒരുപാട് എഡ്യൂക്കേഷനൊന്നും കാണില്ല. ഒത്തിരി വിദ്യാഭ്യാസമുള്ളവരോ ഒരു ഹിസ്റ്ററിയോ സോഷ്യൽ സയൻസോ അല്ലെങ്കിൽ ബയോളജിയോ ഒന്നും സയൻസോ പഠിച്ച ആൾക്കാരൊന്നും ഇവിടെ കാണില്ല. അവർക്കൊന്നും അത് പഠിക്കാനും പറ്റിക്കാണില്ല. അതിൻ്റെ റീസൺ എന്താണ്? അവരുടെ ദാരിദ്ര്യം തന്നെയാണ്. അവരുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടവും നിറഞ്ഞ ജീവിതമാണ് അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടാത്തതിൻ്റെ മെയിൻ റീസൺ അല്ലേ?
അവരുടെ ക്രിയേറ്റിവിറ്റി വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടാത്തതുകൊണ്ടാണ്. അവർക്ക് വിദ്യാഭ്യാസത്തിനോ അവരുടെ ക്രിയേറ്റിവിറ്റി വളർത്താനോ ഒന്നിനും അവർക്ക് സമയമുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യണം. അവർക്ക് ഒത്തിരി കഷ്ടപ്പെട്ടാൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ അവർക്ക് അന്നന്നത്തെ അന്നം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അവരുടെ കുടുംബത്തെ പട്ടിണിയില്ലാതെ പോറ്റാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഗ്രേവ് യാർഡിൽ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഒത്തിരി അവരുടെ ജീവചരിത്രം അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്ക് അവർക്ക് ഒരു എഡ്യൂക്കേറ്റഡ് പീപ്പിൾസ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇനി 14ാമത്തെ സ്റ്റാൻസ് നോക്കാം. Full many a germ of purest raisins, the darkest unfathomed cave of ocean beer. Full many a flower is born to blush unseen, and waste its sweetness on the deserted air. Full many is just an 18th century phrase that means lot of. So, lot of beautiful pure gems are hidden away in the dark caves under the ocean. A lot of flowers come into blushing blooms without a human to see and appreciated their beauty or their sweetest scent. This stanza is about unsung herbs like the guys buried in the churchyard without monuments or trophies. Are both the germ and flower are metaphors for people who do awesome stuff that doesn't get recognized. ഇവിടെ ഈ മരിച്ചു കിടക്കുന്നവരെ വലിയ വലിയ രത്നങ്ങളും പവിഴങ്ങളും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഇവിടെ പോയിട്ട് പറയുവാണ്, അഗാധമായ കടലിൻ്റെ അടിത്തട്ടിലുള്ള ഗുഹകളുണ്ട്. ആ ഗുഹകളിൽ ഒളിച്ചിരിക്കുന്ന പവിഴപ്പുറ്റുകളുണ്ട്. ആ പവിഴപ്പുറ്റുകളിലുള്ള പവിഴത്തെ പോലെ രത്നങ്ങളെ പോലെയാണ് ചില ഹ്യൂമൻ ബീയിങ്സ്. അവരുടെ ഉള്ളിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ കഴിവുകളുണ്ട്. പക്ഷേ അത് ഇങ്ങനെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ, ആ മനസ്സിൻ്റെ ഉള്ളിൽ അതൊരു ഗുഹയായിട്ട് പറയുകയാണ്, അവിടെ തന്നെ ഒളിഞ്ഞു കിടക്കുകയാണ്. അതേപോലെ അതിൻ്റെ സൗന്ദര്യമോ സുഗന്ധമോ ഒന്നും ആസ്വദിക്കാൻ പറ്റാതെ കൊടും കാടിൻ്റെ ഉള്ളിൽ വിരിയുന്ന നല്ല സൗന്ദര്യമുള്ള പുഷ്പങ്ങളെ പോലെയാണ് ഇവർ. ഇവർക്ക് ഒത്തിരി കഴിവുകളുണ്ടാവാം, പക്ഷേ ഇവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല അത് ഒന്ന് പുറത്ത് കാണിക്കാനായിട്ട്. അവരുടെ ദാരിദ്ര്യവും അവരുടെ പ്രശ്നങ്ങളും അവരുടെ കഠിനമായിട്ടുള്ള ജോലിയൊന്നും അവരുടെ ഈ കഴിവുകളെ പുറത്ത് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കാതെ പോയി. അതിനുള്ള റീസൺ ഇതൊക്കെയാണ്. അങ്ങനെ ഇവരുടെ കഴിവുകൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു ഉള്ളിലുള്ള പവിഴങ്ങൾ പോലെയാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ അത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നാണ് ഇവിടെ പോയച്ച് പറയുന്നത്. അടുത്തത് നമ്മൾ 15ാമത്തെ സ്റ്റാൻസയാണ് നോക്കാൻ പോകുന്നത്. Some villages Hampton that with dawn's breast the little tyrant of his field withstood. Some mute ignorous Milton here my rest. Some Cromwell glittens of his country blood. The speaker muses that there might be a dead people buried here that could have been famous revolutionaries or poets, but they died unknown and undiscovered. Maybe there was some village version of John Hampton who stood up in tyranny on the village green, or maybe there was someone who would have weakened as much Havos as Cromwell who didn't have chance, or maybe there was someone as brilliant as John Milton but he didn't mute without able to express his brilliance. ഇവിടെ ഈ സ്റ്റേജിൽ 3 വ്യക്തികളുമായിട്ടാണ് ഇവിടെ പോയിട്ട് ഈ ഫാമേഴ്സിനെ കമ്പയർ ചെയ്യുന്നത്. ജോൺ ഹാംപ്ടൺ, ജോൺ മിൽട്ടൺ, ഒലിവർ ക്രോംവെൽ. ഇവിടെ പോയിട്ട് പറയുവാണ്, ഈ കുഴിമാടത്തിൽ കിടക്കുന്ന ആൾക്കാർ വലിയ പ്രശസ്തരാവേണ്ടവരായിരുന്നിരിക്കാം. ജോൺ ഹാംപ്ടനെ പോലെ വലിയൊരു പ്യൂരിറ്റൻ പൊളിറ്റീഷ്യനൊക്കെ ആവേണ്ട ആളായിരുന്നിരിക്കാം ഇവിടെ ഉറങ്ങിക്കിടക്കുന്നത്. അല്ലെങ്കിൽ ക്രോംവെലിനെ പോലെ ഒരു വലിയ പടയാളി ആയിരിക്കാം, അല്ലെങ്കിൽ ജോൺ മിൽട്ടനെ പോലെ ഫേമസ് ആയിട്ടുള്ളൊരു പോയറ്റ് ആയിരിക്കാം ഇവിടെ ഉറങ്ങിക്കിടക്കുന്നത്. പക്ഷേ ആരാലും അറിയപ്പെടാതെ പോയി. കാരണം എന്താണ്? അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടില്ല. അവരുടെ ടാലൻറ്റ് പുറത്ത് കാണിക്കാനുള്ളൊരു അവസരം അവർക്ക് കിട്ടിയിട്ടില്ല. കാരണം അവർ ഹാർഡ് വർക്ക് ചെയ്യാൻ മാത്രമേ അവർക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അവരുടെ കഴിവുകളെല്ലാം ഈ കുഴിമാടത്തിൽ തന്നെ ഉറങ്ങിക്കിടക്കുകയാണ് എന്നാണ് ഇവിടെ പോയറ്റ് പറയുന്നത്. ഇനി നമുക്ക് 16ാമത്തെ സ്റ്റാൻസ് നോക്കാം. The applause of listening senate to command, the treats of pain and rain to despite, the shattered plenty over the smiling land, and read their history in nation's eye. We have been going through the poem on the stanza at the time, but things get a bit too wacky here. Why? Notice the stanza 16 end with comma and not
a period the sentence actually carries over between stanzas. This is called enjambment, and it can trip you up if you are not careful. Okay, so if we unravel the varied sentence structure, we can figure out what's going on here. You actually have to start at the end. The dead villagers in the graveyard are replaced with the pronoun their in line 65. The dead villagers' situation or lot kept them from receiving the applauses and approval of politicians. Their situation also made it impossible for them to blow off the threads of pain and rain, nor could they spread good stuff all over the country, even though they would win them a place in the history book in the eyes of their countrymen. Now the villagers were poor and died unknown because of their poverty or penury, as the speaker called in the stanza 30. നമുക്ക് എൻജോയ്മെൻറ്റ് കാണാൻ സാധിക്കും. ഇവിടെ ഈ മരിച്ച ഗ്രേവ്യാർഡിൽ കിടക്കുന്ന ആ ഫാമേഴ്സിനെ ദെയർ എന്ന് പറയുന്ന പ്രൊനൗൺ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ള വ്യക്തികളെ ഈ പാർലമെൻറ്റിലെ സെനറ്റ് മെമ്പേഴ്സിനെയും അതേപോലെ തന്നെ ഒത്തിരി ഈ നമ്മുടെ സൊസൈറ്റിയിലൊരു പൊളിറ്റീഷ്യൻസിനെയും അതേപോലെ ഒത്തിരി ഉയർന്നു നിൽക്കുന്ന പദവിയുള്ള ആൾക്കാരെയൊക്കെ പൈസയുള്ള ആൾക്കാരൊക്കെ അവരുടെ മണി കൊടുത്ത് സ്വാധീനിക്കും ഇല്ലേ. അപ്പോൾ അവർ ചെയ്യുന്ന തെറ്റുകളൊന്നും ഇവർ കാണില്ല. അതേപോലെ തന്നെ അവരെ പറ്റി മാക്സിമം ബൂസ്റ്റ് ചെയ്ത് പുകഴ്ത്തി പാടുകയൊക്കെ ചെയ്യും ഇല്ലേ. വേണമെങ്കിൽ അവരുടെ ബയോഗ്രഫിയൊക്കെ തന്നെ എഴുതി കളയും. അതുപോലെ പൈസയുള്ള ആൾക്കാരെ ഇങ്ങനെ അവർക്ക് പൈസ കൊടുത്ത് ഇങ്ങനെ നിർത്തും, അടിമകളെ പോലെയാക്കി നിർത്തും ഇല്ലേ. അവരെ പറ്റി ഹിസ്റ്ററി ബുക്സിലൊക്കെ വരെ എഴുതും ഇല്ലേ, അവരുടെ ജീവചരിത്രം വരെ എഴുതും. പക്ഷേ ഈ വില്ലേജേഴ്സ് പൂവറാണ്. അവരെ പറ്റി ആരും ഒന്നും പുകഴ്ത്തി പറയാനൊന്നും ആരുമില്ല. ആരാലും അറിയപ്പെടാതെ ജനിച്ച് മരിക്കുന്ന വില്ലേജേഴ്സ്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് 17-ാമത്തെയും 18-ാമത്തെയും സ്റ്റാൻസാസ് നോക്കാം. Their lot forbade nor circumscribed alone their growing virtue, but their crimes conferred, forbade to wade, though slaughter to the throne, and shut the gate of mercy on mankind, the struggling pangs of conscious truth to hide, to quench the blushes of the igneous shame, or heap the shine of luxuriant pride with incense kindled at the muse's fame. Again, we have to combine two stanzas because the sentence continue across the stanza break more enjambment. Not only does the poverty of the villages prevent them from developing the virtue that would get them remembered in the history book, it's also keep them from committing crimes. Here are some examples of crimes these poor villagers doesn't have time to commit, since they are busy working to put food on their table. They don't have time to wade through the blood and go to kill a king on his throne, or to all the merciless to people. Another metaphor here, slamming the gate of mercy is a metaphor for being merciless. The villagers' lot in life keeps them from trying to hide the truth, especially when the truth is struggling and conscious of being the truth. Their situation likewise keep them from trying to hide their blushes. After all, a blush indicate that you are ashamed of something, right? So if you hide your blushes, you are hiding your true feeling. So this one goes along with previous line. Ignotious mean innocent. The poor villagers also don't have chance to use fancy and flattering words to build a metaphorical shrine to their personified luxury. The muses were the goddess in Greek, the Roman mythology, who were responsible for inspiring artists, musicians and poets. So the incense that was lit at the muses' fame must be a pen that is metaphysically kindled, lit up or inspired by the muses. ഇവിടെ നമ്മൾ ഈ രണ്ട് സ്റ്റാൻസ കമ്പയർ ചെയ്താണ് പറയുന്നത്. റീസൺ എൻജോയ്മെൻ്റ് ആണ് ഇവിടെ. ഈ സ്റ്റാൻസയിൽ പറയുന്നത് ഈ വില്ലേജേഴ്സിനെ ദാരിദ്ര്യം പല കാരണങ്ങളിൽ നിന്നും വിലക്കി ഇല്ലേ. ദാരിദ്ര്യം കാരണം അവർക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള സമയം കിട്ടില്ല. അവർക്ക് അവരുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ടൈം മാത്രമേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവർ ഹിസ്റ്ററി ബുക്കിലൊന്നും ഇടം പിടിക്കാതെ പോയത്. അത് ഹിസ്റ്ററി ബുക്കിൽ ഇടം പിടിച്ചില്ല എന്ന് മാത്രമല്ല, അവർക്ക് ക്രൈം ചെയ്യുന്നതിനും വിലക്കുണ്ടായിരുന്നു. അവർക്ക് ക്രൈംസ് ഒന്നും ചെയ്യാനുള്ള സമയവും കിട്ടിയില്ല. അതും നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. പണക്കാരാണ് കൂടുതൽ, റിച്ച് പീപ്പിൾസാണ് കൂടുതൽ ക്രൈംസ് ചെയ്യുന്നത് അല്ലേ. പാവപ്പെട്ടവർ ചെയ്താൽ, ഇപ്പോൾ പാവപ്പെട്ട ഒരാളാണ് ഒരു ക്രൈം ചെയ്യുന്നതെങ്കിൽ അത് ഭയങ്കര വലിയ ന്യൂസായി, ഭയങ്കര പ്രശ്നങ്ങളായി, അങ്ങനെയല്ലേ. എങ്കിലും അത്ര വലിയ സീരിയസ് ആയിട്ടുള്ളൊരു ക്രൈമൊന്നും ഒരു ഫാർമറോ ഒരു വില്ലേജേഴ്സോ ഒന്നും ചെയ്ത് കാണുന്നില്ല. കൂടുതലും ഈ വളരെ
എന്താ വളരെ എഡ്യൂക്കേറ്റഡും വളരെ വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ക്രൈം ചെയ്തത് നമ്മൾ കണ്ടിട്ടുള്ളൂ ഇല്ലേ. അപ്പോൾ അവർ പറയുന്നത് ഈ ഒരു പുവർ വില്ലേജർ ആയതിൻ്റെ അഡ്വാൻറ്റേജും പോലെയാണ് അവിടെ പറയുന്നത്. അവർക്ക് അങ്ങനെ ആരെയും കൊല്ലാനൊന്നും ടൈം കിട്ടിയില്ല. അവരങ്ങനെ ആരെയും കൊല്ലാനോ അങ്ങനെ ഒന്നിനും പോവത്തുമില്ല. ഇവിടെ പവർഫുൾ പീപ്പിളിൻ്റെ പവറാണ് പോയറ്റ് കാണിക്കുന്നത്, അല്ലാതെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡല്ല. നമ്മളിവിടെ ഒരു ദാരിദ്ര്യം എന്ന് പറയുന്നതിൻ്റെ നെഗറ്റീവ് സൈഡല്ല ഇവിടെ കാണിക്കുന്നത്, അതിനൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റി ഒന്ന് നോക്കിയാലും മനസ്സിലാവും. ഈ പോവർട്ടി കാരണം ഇവർ നീചമായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുമാത്രമല്ല അവർക്ക് ഞാൻ ഇത്ര ഒരു ദുഷ്ടത്തരം ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനൊരു ക്രൈം ചെയ്തു എന്നോർത്ത് അവർക്ക് നാണം കെട്ടിരിക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴാണ് ബ്ലഷസ് ഹൈഡ് ചെയ്യാന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചെയ്ത ആ ഒരു പ്രവൃത്തി നമ്മൾ അതിൽ ഒരു നാണക്കേട് അനുഭവിക്കുക എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ ക്രൈം ചെയ്യുന്നതിൽ നിന്ന് അവരുടെ ദാരിദ്ര്യം അവരെ വിലക്കി എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അവരുടെ ടേബിളിലേക്ക് ഫുഡ് എത്തിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ ഫാൻസി ഫ്ലാറ്ററിങ് വേർഡ്സ് ഒന്നും പറഞ്ഞ് തൻ്റെ തെറ്റ് മറയ്ക്കാനൊന്നും ഇവരാരെയും കണ്ടിട്ടൊന്നുമില്ല എന്നാണ് പറയുന്നത്. നമുക്കിനി സ്റ്റാൻസ 19 നോക്കാം. ഫാർ ഫ്രം ദ മിഡിങ് ക്രൗഡ്സ് ignoble strife their sober wishes never learned to stray. Along the cool weekend's wheel of life they kept the noiseless tenor of their way. Since the poor villagers who are buried in the churchyard lived far away from the noises and strife of crowded cities, they never learned to stay away from the more sober, serious wishes and desire. Because they lived in a secular area, they were able to live without making a lot of hubbub or noise. ഈ ചർച്ചയാർഡിൽ ബെറി ചെയ്തിരിക്കുന്ന പൂവർ വില്ലേജേഴ്സാണ്. വളരെ സിമ്പിളായിട്ടുള്ള ലൈഫാണ് ഇവർ നയിച്ചിരുന്നത്. കാം ആൻഡ് ക്വയറ്റായിട്ട് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഈ ഒരു ഐസൊലേറ്റഡ് വില്ലേജിലാണ് അവർ ജീവിച്ചിരുന്നത്. സ്വന്തം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് നോയ്സ് ഒന്നും ഇല്ലാതെ സിമ്പിൾ ലൈഫാണ് ഇവർ ലീഡ് ചെയ്തിരുന്നത്. അവർക്ക് വലിയ അത്യാഗ്രഹമോ അത്യാഡംബരമായ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. പോഷ് കാണിക്കാൻ വേണ്ടി അവർ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും അവർ ഒന്നും ചെയ്തില്ല. കാരണം അവർ ജീവിച്ചിരുന്നത് സെക്യുലറായ വില്ലേജിലാണ്. അവർക്ക് ഒരു സിറ്റി ലൈഫ് പോലെ ബഹളമോ ഒന്നുമില്ലാത്ത കാം ആൻഡ് ക്വയറ്റായിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റും. ഇനി 20ാമത്തെ സ്റ്റാൻസ് നോക്കാം. അദ്ദേഹം എന്താണ് ഇവിടെ പറയുന്നത്? യു ഈവൻ ദീസ് ബോൺസ് ഫ്രം ഇൻസൾട്ട് ടു പ്രൊട്ടക്റ്റ് സം ഫ്രെയിൽ മെമ്മറീസ് സ്റ്റിൽ ഇഗ്നൈറ്റ് with uncouth rhymes and shapeless sculptural decks implores the passing tribute of the side. Even though these poor villages don't have big fancy monument or trophies over their graves, they are at least still have frail filmy memorial nearby. It's only to protect their remain from the insult of having people picnic or play cricket on this grave. These flimsy memories aren't made out of fancy marble. They just have rough shapeless sculpture to ornament them and are decorated with crude uncouth poetry. But even though the memorial aren't all fancy, they still inspire passers-by to pause long enough to sigh. So there. പിന്നെ പറയുന്നത് ഈ പാവപ്പെട്ട വില്ലേജേഴ്സിൻ്റെ ഗ്രേവ് യാർഡിൽ ഫാൻസി മോണമെൻറ്റോ അല്ലെങ്കിൽ ട്രോഫീസോ ഒന്നും വെച്ചിട്ടില്ല. പകരം എന്താ ചെയ്തിരിക്കുന്നത്? ഒരു മീക്കർ മെമ്മോറിയൽ എഴുതിയിട്ടുണ്ട്. അതിൽ വലിയ ഭംഗിയിലോ ഷേപ്പിലോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര റൈംസോ ഉള്ള വേർഡ്സ് ഒന്നും അല്ല, അലങ്കാര പ്രയോഗങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. പക്ഷേ അതിലെ കൂടെ പോകുന്ന പാസഞ്ചേഴ്സ് ആ മെമ്മോറിയൽ വായിക്കാതെ പോവില്ല. അതിലെ കൂടെ പോകുന്ന ആരും ആ മെമ്മോറിയൽ ഒന്ന് വായിക്കും. അത് വായിച്ച് ഒരു നിമിഷം അവരത് വായിച്ച് അവരുടെ കണ്ണുകൾ നിറയും എന്നാണ് ഇവിടെ പോയറ്റ് പറയുന്നത്. ഇനി 21ാമത്തെ സ്റ്റാൻസ് നോക്കാം. Their names, their years, spelt by the unlettered news, the place of fame and elegy supply, and many a holy text around the strews, then teach the rustic moralist to die. The frail monument are engraved only with the dead people's name and the year of their birth and death, and even this simple inscription was clearly made by someone who was largely illiterate or unlettered. The speaker uses irony when he says that inscriptions was made by muses. Since the muses were goddess of poetry, now could they be unlettered or illiterate? These simple inscription take the place of fame and fancy elegies. പിന്നെ പറയുന്നത് ഈ മരിച്ച വ്യക്തികളുടെ മോണമെൻറ്റിൽ ആ വ്യക്തികളുടെ പേരും ജനിച്ച സമയവും ജനിച്ച ദിവസവും ഡേറ്റും മരിച്ച ദിവസവും ഒക്കെ ഇങ്ങനെ വെക്കില്ലേ, അവരെപ്പറ്റി ചെറിയ ഇൻസ്ക്രിപ്ഷനൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ എഴുതിയത് വലിയ വിദ്യാഭ്യാസമുള്ളവരോ അല്ലെങ്കിൽ എഴുതാൻ അറിയാവുന്ന ആൾക്കാരോ ഒന്നുമല്ല. പിന്നെ സ്പീക്കർ പറയുന്നത് ആ ഇൻസ്ക്രിപ്ഷൻ എഴുതിയത് മ്യൂസസ് ആയിരിക്കാം. പിന്നെ ബൈബിളിലുള്ള കോഡ്സൊക്കെയാണ് ഇതിൽ കൊത്തി വെച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇനി 22ാമത്തെ സ്റ്റാൻസ് നോക്കാം.
For who, to dumb forgetfulness a prey, displeasing anxious being ever resigned, left the warmth pleasing of the cheerful day, nor cast or longing lingering look behind. After all, the speaker asks who is going to give up their life, which is both pleasing and anxious, or leave the warmth environment of the earth without looking behind them at what they leave behind. Escapely, someone who live like villagers is going to be when he or she is dead. Here we can see metaphor, personification and alliteration. ഏതൊരു വ്യക്തിയും ആവട്ടെ, ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരാൾ മരിച്ചെന്ന് വിചാരിക്കാം, നമ്മളെ എത്ര നാൾ അയാളെ പറ്റി ഓർക്കും? ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷം, അല്ലേ? എത്ര നാൾ ഓർക്കും? കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ അവരെ മറന്നു പോവുകയും ചെയ്യും, ഇല്ലേ? അത്രയൊക്കെ ഉള്ളൂ. പോയിട്ട് ഇവിടെ ചോദിക്കുവാണ്, ഏത് വ്യക്തിയാണ് ഈ പ്ലസൻറ്റ് ലൈഫ് കളയാൻ തോന്നുന്നത്? ആർക്കാണ് ഈ ഒരു ജീവിതം ഉപേക്ഷിച്ച് മരിക്കാനായിട്ട് തോന്നുന്നത്? ഏത് വ്യക്തികൾക്കാണ് ഈ ഹാപ്പി ചിയർഫുൾ ലൈഫ് വെടിയാൻ തോന്നുന്നത്? കാരണം ഈ നമ്മളിപ്പോൾ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയുന്നത് ചിന്തിച്ചാലും അറിയാമല്ലോ, എൻ്റെ പേരക്കുട്ടിയുടെയും കൂടെ കല്യാണം ഒന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ അവൻ്റെയും കൂടെ ഒരു കുഞ്ഞിനെ കണ്ടിട്ട് മരിച്ചാൽ മതി എന്നൊക്കെ പറയില്ല. അതായത് അവർക്ക് വീണ്ടും വീണ്ടും ജീവിക്കാനുള്ള ആഗ്രഹമാണ്, ഇനിയുള്ള തലമുറകളെ കാണാനുള്ള ആഗ്രഹമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ആർക്കും മരിക്കാൻ ആഗ്രഹമില്ല എന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് 23-ാമത്തെ സ്റ്റാൻസ നോക്കാം. On some fond breast the parting soul release, some prayer drops of closing I request, even from the tomb of voice of nature cries, even in our ashes leave their wondered fries. ഇവിടെ എന്താ പോയിട്ട് പറയുന്നത്? Even simple poor country folk like the villagers in the churchyard depend on the loved one as they die. They need some pious religious friends or neighbors to close their eyes for them they die. It is only nature after, it's a voice of nature, it is being personified here. The voice of nature called out from the grave, and the villagers accustomed passion live in their ashes or their remains. നമ്മൾ മരണക്കിടക്കയിൽ അല്ലെങ്കിൽ നമ്മൾ മരിക്കാൻ കിടക്കുക, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ചുറ്റിനും ഉണ്ടാവണം, അവരുടെ നെഞ്ചിൽ തലചായ്ക്ക് മരിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കില്ലേ? അതുപോലെ അവർ മരിക്കുമ്പോൾ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളെ ഓർത്തൊന്ന് കരയണം. ആരെങ്കിലുമൊക്കെ നമ്മൾ മരിക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒരു സങ്കടം വരുമായിരിക്കും, അങ്ങനെ ഒരു സങ്കടം വരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കില്ലേ? അതൊക്കെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. തങ്ങളും അതുപോലെ മരിക്കുമ്പോഴത്തേക്ക് തങ്ങളെപ്പറ്റി ഓർത്ത് കണ്ണീരൊഴുക്കണം, അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മൾക്ക് വേണ്ടി കരയാനുണ്ടാവണം എന്നൊക്കെയാണ് പറയുന്നത്. ആ ഒരു ടോമ്പിൽ നിന്ന് പ്രകൃതി കരയുന്നുണ്ട്. ആ മരിച്ച ടോമ്പിൽ കിടക്കുന്ന ആ ആഷസ് എന്താണ്? അവരുടെ പാഷൻസാണ്, അല്ലേ? ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ കേൾക്കാൻ കഴിയും അവരുടെ പാഷൻസ് ആ ടോമ്പിൽ നിന്ന്. ആ ടോമ്പിൽ ആ ആഷസിൽ അവരുടെ പാഷനാണ് ഉറങ്ങിക്കിടക്കുന്നത്. ഇനി സ്റ്റാൻസ 24 and 25 നമുക്കൊന്ന് ഒരുമിച്ച് നോക്കാം. For thee who, mindful of the unhonored death, doth in these lines their artless tale relate. If chance by lonely contemplate led, some kindred spirit shall inquire their fate. Haply some hoary-headed swan may say, of have we seen him at the peep of dawn, brushing with hasty steps the dew away, to meet the sun upon the unplanned lawn. Enchantment here. The same sentence continue across the stanza break, so we will look at the both stanza at once. The speaker referred to himself in these lines, he calmly calling himself thee. Okay, so what's our speaker actually saying to himself? He's saying that he is aware of dead people who haven't been honored with a lot of monuments, so he is memorizing them in the very line of poetry. Then the speaker wonders that what would happen if someone random kindred spirit who happen to be muses on similar thing might ask about the speaker's fate. He answered the question in the next stanza and with some alliteration thrown in while he is at it. Probably some grey-haired farmer guy would say that they had often seen the speaker hurrying towards the dew-covered grass to watch the sun come up in the meadow lawn. ഈ ലൈൻസിലൊക്കെ എൻജോയ്മെൻറ്റ് കാണാൻ സാധിക്കും. അതുകൊണ്ട് 24-ാമത്തെ 25-ാമത്തെ ലൈൻ ഒരുമിച്ച് നോക്കാം. ഈ ലൈനിൽ പോയിട്ട് എന്താണ് റെഫർ ചെയ്യുന്നത്? അദ്ദേഹത്തിനെ റെഫർ ചെയ്യുകയാണ്. ഇവിടെ സ്പീക്കർ അദ്ദേഹത്തോട് തന്നെ പറയാണ്, ഈ മോണുമെൻറ്റിൽ ഒത്തിരി വലിയ ഡെക്കറേഷൻസോ ഓർണമെൻറ്റ് വേർഡ്സോ ഒന്നും ഇല്ലാതിരിക്കും. ആരാലും അറിയപ്പെടാതെ പോയ വ്യക്തികളെ പറ്റി ഒക്കെ ഇവിടെ പോയിട്ട് സ്വയം ഓർക്കുകയാണ്. ഈ ഒരു
ഒരു കഥയും ഇല്ലാത്ത ആരും അറിയാത്ത വ്യക്തികളെ പറ്റി പോയച്ച് ഇവിടെ സംസാരിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ ചിന്തിക്കുന്നുണ്ടല്ലോ അവരെങ്ങനെ മരിച്ചു, എങ്ങനെ ആയിരിക്കാം ഇവർ മരിച്ചത്, അവർക്ക് ആരൊക്കെ ഉണ്ടായിരിക്കാമെന്ന് നമ്മളിപ്പോൾ ചിന്തിക്കുന്നില്ലേ. അതുപോലെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇതേപോലെ നമ്മളും ഇവിടെ വരും. അപ്പോൾ അടുത്ത ജനറേഷൻ ചിന്തിക്കും ആരായിരിക്കും ഈ മരിച്ചു കിടക്കുന്നത്, ഇദ്ദേഹം ഫെയിം നേടിയ ഒരാളാണോ അല്ലയോ, ആരാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും ഇല്ലേ. എന്നിട്ട് എന്താ പോയിച്ച് പറയുന്നത്, പിന്നീട് പോയിച്ച് പറയുന്നത് ഒരാളോട്, ഒരു ഗ്രേ ഹെയർഡായിട്ടുള്ളൊരു മാൻ, അതായത് ഒരു പ്രായമായിട്ടുള്ളൊരു മനുഷ്യനോട്, ഫാർമറായിരിക്കാം, ചോദിക്കുകയാണ് അതാരായിരുന്നു എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ അയാൾ പറയുന്നതായിട്ട് എന്താണ്, ഓഫൻ സീൻ എ സ്പീക്കർ. ഇവിടെ ഒരു സ്പീക്കറിനെ കാണാം, മഞ്ഞുതുള്ളികളിലൊക്കെ കവർ ചെയ്ത് കിടക്കുന്ന ഈ ഗ്രാസിലൂടെ നടന്നു പോകുന്ന, സൂര്യനെ നോക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ പ്രകൃതിയെ ആസ്വദിക്കുന്ന, ഈ മെഡോയിലിരിക്കുന്ന ഒരാളെ നമുക്ക് കാണാൻ സാധിക്കും, കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മരിച്ച ആളെ പറ്റി പറയാൻ, അതായത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളെപ്പറ്റി പറയാൻ വേണ്ടേ, ആരോടെങ്കിലൊക്കെ ഇത് ആരാ മരിച്ചെന്ന് ചോദിക്കുമ്പോൾ നമ്മളെപ്പറ്റി ഇന്ന ആളാണ്, ഇന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയില്ലേ. ഇവിടെ സ്പീക്കർ സ്വന്തമായിട്ട് അദ്ദേഹത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് സ്റ്റാൻസ, അടുത്ത സ്റ്റാൻസാസ് കൂടെ വായിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. അടുത്ത സ്റ്റാൻസ 26. There at the foot of yonder holding beach, the weather it's old-fashioned, fantastic rude, so high, its lissly length. At noontide would he stretch and pause upon the brook, the babbly by. The speaker continues to imagine what the howdy-headed swan would say about him. If a random passer-by happened to ask, he imagined that the old guy saying that at noon the speaker used to stretch out the foot in the old beech's tree, and the one that fantastically very rude, and that he could stare at the bubbling brook. ഇവിടെ എക്സാമ്പിൾ, ആലിട്രേഷൻ്റെ എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞില്ലേ, ഈ ഒരിക്കലും ഇങ്ങനെ പോയറ്റുമായിരിക്കും, പോയറ്റിൻ്റെ ഗ്രേവിയുടെ നോക്കി ഒരാൾ ഇതാരായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അന്നത്തെ ഗ്രേ ഹെയർഡായിട്ടുള്ളൊരു പ്രായമുള്ള ഒരാൾ പറയുകയാണ്, ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, ഇങ്ങനെ ഡ്യൂസിലേക്ക് തട്ടിത്തെറിപ്പിച്ച് നടക്കുന്ന ഒരാൾ, പ്രകൃതി ആസ്വദിക്കുന്ന, സണ്ണിനെ വാച്ച് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു എന്നൊക്കെ പറയും. പിന്നീട് എന്താണ് പറയുന്നത്, ആ ഒരു ഗൈ, ഈ ആൾ ഉച്ചയാകുമ്പോഴത്തേക്ക് അവിടെയുള്ളൊരു മരത്തിൻ്റെ ചോട്ടിൽ എന്ത് ചെയ്യും, ബീച്ച്, അവിടെ ഒരു ബീച്ച് ട്രീ ഉണ്ട്, ആ ബീച്ച് ട്രീയിൽ ഉച്ചയാകുമ്പോൾ അയാൾ ആ ട്രീയുടെ താഴെ പോയി മയങ്ങും. എന്നിട്ട് അത് കഴിഞ്ഞ് അവിടെയുള്ള അരുവിയിലെ ഭംഗി ആസ്വദിക്കും, ആ അരുവിയിൽ ഇറങ്ങും, ആ അരുവിയിൽ എൻജോയ് ചെയ്യും എന്നൊക്കെ പറയുകയാണ്. അടുത്ത സ്റ്റാൻസ 27. Hard by yon wood, now smiling as in soon, muttering his wayward fancy he would rue, now drooping woeful man like one forlorn, or crazied with care, or crossed in hopeless love. This stanza continues with what the speaker imagined an old villager would say about him after he was dead and gone. He imagines that the old guy saying that the speaker used to rove the wandering in the nearby woods. Sometimes the speaker would smile almost scornfully while muttering to himself, and sometimes he would look all droopy and mopey, pale with sorrow, like he was anxious, else hopeless in love with someone who didn't love him back. Good times. അദ്ദേഹം പറയുകയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ ഓൾഡ് കൈയില്ലേ, ഈ മരിച്ച സ്പീക്കറിനെ പറ്റി ചോദിക്കുമ്പോൾ ആ ഓൾഡ് മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ 3 സ്റ്റാൻസാസിൽ കണ്ടിന്യൂ ചെയ്ത് പറയുന്നത്. അദ്ദേഹം ആ ബ്രീച്ച് ട്രീയിൽ ചാരിയിരുന്ന് ഒറ്റയ്ക്ക് അട്ടഹസിക്കും, ഇങ്ങനെ അതേപോലെ തന്നെ പുച്ഛത്തോടെയുള്ളൊരു ചിരിയും ചിരിക്കും, ഇങ്ങനെ ഉറക്കെ അട്ടഹസിച്ച് ചിരിക്കുകയൊക്കെ ചെയ്യും. ജീവിതത്തിൽ തോറ്റു പോയെന്ന രീതിയിലാണ് അദ്ദേഹം ചിരിക്കുന്നത്. അദ്ദേഹം സ്വയം മട്ടർ ചെയ്തുകൊണ്ടേയിരിക്കും. അദ്ദേഹം സങ്കടപ്പെടുവാണ്. ഒരു പാവപ്പെട്ടവനായി ജീവിച്ചു മരിച്ച ഒരാളുടെ അവസ്ഥ, ഒരു സന്തോഷമില്ലാതെ, സ്നേഹമൊന്നും തിരിച്ചു കിട്ടാതെയുള്ള കാര്യങ്ങളോർത്ത് അദ്ദേഹം കരയുവാണ് എന്നൊക്കെ പറയും. ആൻഷ്യസ് ആയിട്ട്, ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ച് ആൻഷ്യസ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ് എന്ന് പറയും. ഇനി സ്റ്റാൻസ 28 എന്താ പറയുന്നത് നോക്കാം. One morn I miss him in the custom hill, along the heath and near his favorite tree. Another came, nor yet beside the rill, nor up the lawn, nor at the wood was he. The speaker continues to imagine what the old villager might say about him after he is dead and gone. He imagines that the villager saying that he missed seeing the speaker one morning in the usual place on the local hillside, along the field by the speaker's favorite tree. This is probably the beech tree mentioned in stanza 26. The villagers goes on to say that another day passed and yet he still didn't see the speaker. By the brood or on the grasses or by the woods sound like something up.
ഇവിടെ പറഞ്ഞില്ലേ അങ്ങനെ ഈ അവിടെയുള്ള ഒരു ട്രീയുടെ ചോട്ടിലും ആ അരുവിയിലും ഒക്കെ ഈ വില്ലേജറിനെ ഈ ഒരു ഓൾഡ് മാനിനെ ഇടയ്ക്ക് കാണുമായിരുന്നു, ഈ സ്പീക്കറിനെ ഈ പോയറ്റിനെ കാണുമായിരുന്നു. ഒരു ദിവസം രാവിലെ ഞാൻ അയാളെ കണ്ടില്ല. എന്നും പോയിരുന്ന വഴിയിലോ ആ ബീച്ച് ട്രീയിലോ ആ അരുവിയുടെ കരയിലോ ആ കാട്ടിലോ ഒന്നും ഞാൻ ഒരു ദിവസം ഈ പോയറ്റിനെ കണ്ടില്ല. പിന്നീട് ഞാൻ ആ പോയറ്റിനെ ഈ പറയുന്ന അദ്ദേഹം സ്ഥിരം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഈ വരിയിലൊന്നും കണ്ടില്ല. അവിടെ നിന്ന് അട്ടഹസിച്ചുകൊണ്ടിരിക്കുന്ന പോയറ്റിനെ, അല്ലെങ്കിൽ സങ്കടപ്പെട്ട് ഓരോന്ന് പിറുപിറുത്തുകൊണ്ടിരിക്കുന്ന പോയറ്റിനെ, എന്തൊക്കെയോർത്ത് പുച്ഛിക്കുന്ന പോയറ്റിനെ ഒന്നും ഞാൻ പിന്നീട് കണ്ടിട്ടില്ല. ഇവിടെ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ഡെത്ത് ഇമാജിൻ ചെയ്യുവാണ്, സ്വന്തം മരണം ഇമാജിൻ ചെയ്യുവാണ്. ചിലർ മാത്രം അദ്ദേഹത്തിൻ്റെ ആ ഒരു സഡൻ മിസ്സിങ് നോട്ടീസ് ചെയ്യും. ഇവിടെ സ്ഥിരം വരുന്ന ആളായിരുന്നല്ലോ, ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാണാനില്ലല്ലോ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഇനി സ്റ്റാൻസ 29 നോക്കാം. The next with due to the sad array, slow though the churchway path, we saw him brown, approach and rode, for thou canst read the lay grave on the stone beneath you each thorn. The speaker continues to imagine what an old villager would say about him after his death. And on third day, after the speaker didn't show up, the old villager says that rigs were played, and that they saw the speaker carried slowly along the path of the churchyard in the funeral procession. The villagers invite the random passerby who asks the read the epitaph that engraved the speaker's tombstone underneath the grey old thorn brush. അതായത് പിന്നീട് പോയിട്ട് ഇത് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്ത് പറയുകയാണ്. അദ്ദേഹത്തിനെ ഇങ്ങനെ സ്ഥിരം പോകുന്ന വഴിയിലൊന്നും കണ്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. എന്നിട്ട് പറയാണ്, മൂന്നാം ദിവസം എന്താണ് അവർ കേട്ടത്? ഒരു ഫ്യൂണറൽ സോങ്, അല്ലെങ്കിൽ ഒരു മരണമണിയാണ് ഇവർ കേൾക്കുന്നത്. അപ്പോൾ ആരാണെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ ഇതാ അവിടെയൊക്കെ ആ ബീച്ച് ട്രീയുടെ അരികിലൊക്കെ ഇരുന്നിരുന്ന ആ മനുഷ്യൻ, ആ പോയറ്റിനെ ഗ്രേവ് യാർഡിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ഒരു ടോം സ്റ്റോണും ഉണ്ട്, അതിൽ ആ ഓൾഡ് മാനെ പറ്റി ഒരു കവിത എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു നോക്കൂ എന്നാണ് പറയുന്നത്. എപ്പിറ്റാഫാണ്. അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ എഴുതാൻ വേണ്ടി, മീൻസ് അദ്ദേഹത്തിൻ്റെ സ്വന്തം എപ്പിറ്റാഫാണ്. എന്തായിരിക്കാം അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ എഴുതി വെക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അവസാനത്തെ 3 സ്റ്റാൻസാസ് എന്ന് പറയുന്നത് എപ്പിറ്റാഫാണ് കേട്ടോ. നമുക്കപ്പോൾ ഇനി എപ്പിറ്റാഫ് നോക്കാം. He rests in head upon the lap of earth, a youth of fortune and the fame unknown. Fair signs for not on his humble birth, and melancholy marked him for her own. Now we are supposed to imagine that we are like the kindred spirit who ask about the dead speaker are reading Thomas Gray's imaged epitaph. Yes, but kind of cool, we have to admit. This is where the speaker resting his head on the ground. That's a metaphor. And earth is being personified when the speaker imagines that he could have a lap. The speaker called himself a young person who is unknown both to fortune and fame. In other words, he was of humble birth. But at least he was no stranger to knowledge or science. In spite of the humble origin, he was a scholar and a poet. And more personification here too. ഇവിടെ നമ്മൾ സപ്പോസ് ടു ഇമാജിൻ ദാറ്റ് ഇത് തോമസ് ഗ്രേയുടെ എപ്പിറ്റാഫായിട്ട് ഇവിടെ അദ്ദേഹം ഗ്രൗണ്ടിൽ റെസ്റ്റ് ചെയ്യുവാണ്. അതായത് ഭൂമിയുടെ മടിയിൽ തലചായ്ച്ച് അദ്ദേഹം ഉറങ്ങുകയാണ്. ഇവിടെ ഒരു പെർസോണിഫിക്കേഷൻ കാണാൻ സാധിക്കും. പിന്നെ മെറ്റഫർ കാണാൻ സാധിക്കും. എർത്തിനെ പെർസോണിഫൈ ചെയ്തിട്ടുണ്ട് ഇവിടെ എന്താണ് പറയുന്നത്? ഈ ഉറങ്ങുന്നത് ഒരു സ്കോളറാണ്, ഒരു പോയറ്റാണ്, ഒത്തിരി ഡിപ്രഷൻസൊക്കെ ഉള്ള ഒരാളായിരുന്നു, ഒത്തിരി ഫെയിമുള്ള ആളാണ്, യങ് പേഴ്സണാണ്. അതുമാത്രമല്ല ഹംബിൾ ബൈ ബർത്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെ പറയുന്നുണ്ട്? അദ്ദേഹത്തെ തന്നെ ഒരു യങ് പേഴ്സൺ ആണെന്ന് പറയുന്നത്. ഫോർച്യൂണിനും ഫെയിമിനും അൺനോൺ ആയിട്ടുള്ള ഒരു യങ് പേഴ്സൺ ആണ്. അവിടെ അദ്ദേഹം ഒരു ഹംബിൾ ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കര സിമ്പിളായിട്ട് വളരെ ഫെയിമൊന്നും ആഗ്രഹിക്കാത്ത ഒരാളെന്ന രീതിയിലാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിന് അറിവുണ്ട്, എഡ്യൂക്കേറ്റഡ് മാനാണ്, നോളജ് ഉണ്ട്, സയൻസിനെ പറ്റി അറിയാം. എന്നിരുന്നാലും അദ്ദേഹം വളരെ ഹംബിളായിട്ടുള്ളൊരു പോയറ്റാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കിനി സ്റ്റാൻസ 31 നോക്കാം. Large was his bounty and his soul sincere. Heaven did the recompense as largely sent. He gave to mystery all he had, a tear he granted from heaven. That was, he wished a friend. He might have a humble beginning, but he did pretty well for himself. He was generous and sincere, and heaven paid him back for those good qualities. The speaker gave everything that he had to his depression or mystery, in other words his tears, but heaven gave him something pretty awesome, a friend. A speaker probably referring to his friend Richard West. പിന്നെ പറയുന്നത് അദ്ദേഹം തുടങ്ങിയത് ഹമ്പിളായിട്ടാണ്, പക്ഷെ അദ്ദേഹമല്ല
എല്ലാത്തിനും വേണ്ടി ഒത്തിരി വർക്ക് ചെയ്തു. എല്ലാത്തിനും വേണ്ടി അദ്ദേഹം ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ജനറസ് ആയിരുന്നു, സിൻസിയറാണ്. അതുകൊണ്ട് തന്നെ ഹെവനിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് തിരിച്ചു കിട്ടി. അദ്ദേഹത്തിനുണ്ടായിരുന്ന എല്ലാം അദ്ദേഹം ഹിസ്റ്ററിക്കും ഡിപ്രഷനും അദ്ദേഹത്തിൻ്റെ കണ്ണുനീരിനുമാണ് കൊടുത്തിരുന്നത് അല്ലേ. പക്ഷേ സ്വർഗം അവൻ എന്താണ് തിരിച്ചു കൊടുത്തത്? അവൻ്റെ ഓസം ഫ്രണ്ടിനെ. ആ ഫ്രണ്ട് ആരാണ്? റിച്ചാർഡ് വെസ്റ്റ് ഇല്ലേ, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് മരിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ റിച്ചാർഡ് വെസ്റ്റിനെ ഹെവൻ തിരിച്ചു നൽകി. അതായത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് റിച്ചാർഡ് വെസ്റ്റും ഇപ്പോൾ ഹെവനിൽ റെസ്റ്റ് ചെയ്യുകയാണ് ഇല്ലേ, മരിച്ചില്ലേ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മരിച്ച് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ കണ്ടു, അത്രയും ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി സ്റ്റാൻസ 32. No further seek his merit to disclose or drawn his frailties from their dead abode. There they alike in trembling hope repose the bosom of his Father and his God. Don't try to find out anything more about the dead speaker's good point, and don't try to dig up any dirt on his bad point or fertile either. Both his good and bad points are in repose or resting, hoping for eternal life in heaven with God. That's why not. നമുക്ക് ഇവിടെ പോയിറ്റൊരു കാര്യമാണ് പറയുന്നത്. ആ മരിച്ചുപോയ വ്യക്തി ആരും ആയിക്കോട്ടെ, ഇപ്പോൾ പോയിറ്റ്, നമ്മുടെ പോയിറ്റ് തന്നെ മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങളും പറയണ്ട, ചീത്ത കാര്യങ്ങളും പറയണ്ട. അല്ലെങ്കിൽ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് അയ്യോ അവൻ ഭയങ്കര നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറയേണ്ട ആവശ്യം നമുക്ക് ആർക്കും ഇല്ല. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പോരായ്മകൾ, അദ്ദേഹം ഇങ്ങനെയായിരുന്നു, ഈ മരിച്ച ആൾ ഒന്നിനും കൊള്ളാത്ത ഒരാളാണെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം അയാളിപ്പോൾ ശവക്കല്ലറയിൽ അയാളുടെ ഒത്തിരി പ്രതീക്ഷയോടെ, അയാളുടെ ഒരു സ്വർഗത്തിലുള്ള ജീവിതം കണ്ട് പ്രതീക്ഷയോടെ റെസ്റ്റ് ചെയ്യുകയാണ്. ആ സ്വർഗത്തിൽ അയാൾക്കിപ്പോൾ ദൈവത്തിനൊപ്പം നിൽക്കുകയാണ്. അതുകൊണ്ട് അയാളെ ഒന്നും അനലൈസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അയാളെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആവശ്യം ഇനി നമുക്ക് ഇല്ല. ഈ പോയത്തിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഡെത്തിനെ പറ്റിയാണ് പറയുന്നത്. ഡെത്ത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണെന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ് ഡെത്ത്. അതുകൊണ്ട് ആരും മരണത്തിന് മുന്നിൽ അഹങ്കരിക്കാൻ പാടില്ല, എല്ലാവരും മരണത്തിന് മുമ്പിൽ തുല്യരാണ് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ സ്റ്റാൻസ വൈസ് അനലൈസാണ് ചെയ്തിരിക്കുന്നത്. ഓരോ സ്റ്റാൻസയും 32 സ്റ്റാൻസയും അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിന് മേലുണ്ടെന്ന് തോന്നുന്നു ഈ വീഡിയോ. വളരെ ലെങ്ത് വീഡിയോ ആണ്, എന്നാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിറ്ററേച്ചർ സ്റ്റുഡൻസിനും HSAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.